ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നല്ല ക്ലൈമറ്റാണേ, കണ്ടോ, നല്ല വെയിൽ. ഇന്ന് തുണിയൊക്കെ കഴുകി നന്നായിട്ട് ഉണങ്ങിയൊക്കെ എടുത്തു. പിന്നെ എന്നാണ് എല്ലാവർക്കും വിശേഷം? ഞാൻ ഒരു കാര്യം പറയാമെന്ന് വെച്ചു. ഇന്നലെ നെജില ഷാൻ എന്ന് പറഞ്ഞ ചാനലിലൂടെ ഞാനൊരു വീഡിയോ കണ്ടു. അപ്പം ക്യാൻസർ രോഗം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര പാടാണ്. അത് അവരനുഭവിച്ചിട്ടുണ്ട്. അത് അത്രയ്ക്ക് ഭയാനകമാണ്, നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇന്നലെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്നവർ തന്നെ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒന്ന് ചെറുതായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിൽ നിനക്ക് ക്യാൻസർ അല്ല HIV ആണ് വരേണ്ടതെന്ന് അവരൊരു ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു രോഗം അനുഭവിക്കുന്നവർ മറ്റാരെയും ഒന്നും പറയില്ല, കുറ്റം പറയില്ല. അത് അത്രയ്ക്കും ഭയാനകമാണ്. അത് സർവൈവ് ചെയ്ത് വരാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ അവർക്കൊക്കെ ഒരു സഹായം ചെയ്യുമ്പോൾ, സഹായം നിലയ്ക്കുമ്പോൾ അവർ നമ്മളെ എന്ത് വേണേലും പറയും. അത് കുറേ പേര് ഞാൻ ഉണ്ടാക്കി പറയുന്നില്ല. ലൈവ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അവരുടെ ലൈവൊന്നും ചെയ്യാൻ പോകാറില്ല. ഞാൻ ഇന്നലത്തെ ലൈവ് ചുമ്മാ ഒന്നെടുത്ത് നോക്കിയപ്പോൾ കേട്ടതാണ്. ഭയങ്കര കാറ്റിവിടെ, കണ്ടോ. അവർ വേറെ ആരോടോ ഉള്ള വ്യക്തിവൈരാഗ്യം കാരണം രേണുസുധിയെ പറയുന്നതാണ്. രേണുസുധി ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ശരിയാണ്. ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് കീമോയ്ക്കോ നെക്സ്റ്റോ മൂന്നാമത്തെ കീമോയ്ക്കോ നമുക്ക് കുഴപ്പമൊന്നുമില്ല. 4ാമത്തെ കീമോ തൊട്ടാണ് നമുക്ക് ഭയങ്കര പാടാണ്. നമുക്ക് സഹിക്കാനേ പറ്റില്ല. എണീക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റില്ല. ഛർദിൽ നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് പറയും. വെള്ളം കുടിക്കാൻ പറ്റില്ല, നമ്മൾ ഛർദിക്കും. നമ്മുടെ വാതൊട്ട് നമ്മുടെ ആമാശയെല്ലാം പൊട്ടി. ഈ മരുന്നിൻ്റെ ആയിരിക്കും, മെഡിസിൻ്റെ ഇതായിരിക്കും. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. 4ാമത്തെ കീമോ തൊട്ട് നമുക്ക് 2ാമത്തെ കീമോ ആകുമ്പോൾ മുടിയൊക്കെ ചെറുതായിട്ട് പൊഴിഞ്ഞു പോകും. എനിക്ക് 2ാമത്തെ കീമോ ആയപ്പോൾ എൻ്റെ മുടി മൊത്തം വടിച്ചു കളഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിന് ഓങ്കോളജി ഡോക്ടറെ കണ്ടപ്പോൾ സാറ് പറഞ്ഞത്, ഫസ്റ്റ് എനിക്ക് നിറയെ മുടി ഉണ്ടായിരുന്നു, നല്ല വണ്ണത്തിൽ നീളമുള്ള മുടി ഉണ്ടായിരുന്നു. മുടി പോകും സൈഡ് എഫക്റ്റായിട്ട്, പിന്നെ ശരീരമൊക്കെ കറക്കുമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ 2ാമത്തെ കീമോ ഒക്കെ ആയപ്പോൾ എൻ്റെ മുടിയൊക്കെ പോയി, ഞങ്ങൾ പഠിച്ച് കളഞ്ഞായിരുന്നു. പിന്നെ നമുക്കൊന്നും കഴിക്കാനോ എണീറ്റിരിക്കാനോ നടക്കാനോ ഒന്നും പറ്റാതെ 4ാമത്തെ കീമോ തൊട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പാടുണ്ടായിരുന്നത്. എനിക്ക് ഓർമ്മ പോലും ഇല്ലാണ്ടായി. നമ്മൾ ടോയ്ലറ്റൊക്കെ പോവുകയാണെങ്കിൽ ഒരാൾ കൊണ്ടുപോയി ഇരുത്തണം, ഒരാൾ എണീപ്പിക്കണം. ആ ഒരവസ്ഥയിലായിരുന്നു. എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, എന്നെ നന്നായിട്ട് നോക്കി. അതിനിടയിലും ആ മരണക്കിടക്കയിൽ ഞാൻ കിടക്കുമ്പോഴും എന്നെ കുറ്റം പറഞ്ഞവരും ഉണ്ട്. ഞാൻ തിരിച്ചു വരില്ലെന്നോർത്ത് പറഞ്ഞവരും ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെ പറഞ്ഞു എന്നറിയുമ്പോൾ, പിന്നീട് നമ്മളറിയുമ്പോൾ, എനിക്ക് അതറിഞ്ഞപ്പം എനിക്ക് ക്യാൻസറിനെക്കാട്ടിയും വലിയൊരു ബുദ്ധിമുട്ടും വിഷമമായിരുന്നു കുറേ ദിവസത്തേക്ക്. ഇപ്പോഴാണെങ്കിലും നമ്മൾ ആ ഒരു അവസ്ഥയിൽ കൂടെയാണ്. വർഷങ്ങളോളമുള്ള ചികിത്സ ഇനിയും കിടക്കുകയാണ്. എനിക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്, ടെസ്റ്റുകളുണ്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് നെജില ഷാൻ ചാനലിൽ കൂടെ പറഞ്ഞത് ക്യാൻസർ അല്ല ഇവർക്ക് വരേണ്ടിയിരുന്നത് HIV ആണെന്ന്. അത് പറയാനുള്ള കാരണം, ഞാൻ അവരുടെ വീഡിയോയ്ക്ക് താഴെ പോയി എന്തോ ഒരു കമൻ്റ് ഇട്ടതിനാണ് അവരെന്നെ അങ്ങനെ പറഞ്ഞത്. പക്ഷേ നെജില, ആരെയും അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ച് ഒന്നും പറയാൻ പാടില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അവർക്ക് ചെറുപ്പത്തിലെങ്ങാണ്ട് ഈ അസുഖം വന്നു. അവരെന്താ DDRCയിൽ ആയിരുന്നു, RCCയിലായിരുന്നു. അതിൻ്റെ ചികിത്സയൊക്കെ അനുഭവിച്ചവരൊരിക്കലും ഇത് പറയില്ല. ഒരു ക്യാൻസർ പേഷ്യൻ്റ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിയവരാരും മറ്റുള്ളവരെ ആരെയും ഒന്നും പറയില്ല. എനിക്കിപ്പോഴും കീമോ പോലുള്ളൊരു ടാബ്ലറ്റ് എല്ലാ മാസവും കഴിക്കണം. ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമ്മൾക്ക് നടക്കാനോ കിടക്കാനോ പാടില്ല. 1 മണിക്കൂർ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ്, അതിൻ്റെ ടാബ്ലറ്റാണ്, കീമോ അല്ല, അതുപോലുള്ളൊരു ടാബ്ലറ്റാണ്. അത് കഴിച്ച് കഴിയുമ്പോൾ എനിക്കൊരു 5-6 ദിവസത്തേക്ക് എണീക്കാൻ പോലും പറ്റില്ല. ഇപ്പം ഞങ്ങളടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പൊക്കെ ഇട്ട് അതിനുള്ള വേദനയ്ക്കുള്ള മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ കഴിഞ്ഞു പോകും. എന്നാലും നമുക്ക് ആരോടും പരാതിയോ പരിഭവമോ ഒന്നുമില്ല. നമുക്ക് ദൈവം തന്നത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ.
തീരണം, അനുഭവിച്ചില്ലേ തീരണം. പക്ഷേ ഈ രോഗമുള്ളവർ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുടക്കാതെ ചെയ്യണം. നമുക്ക് കുറേ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ അത് ചെയ്യണം. നന്നായിട്ട് വെള്ളം കുടിക്കണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഈ കീമോ ഒക്കെ എടുക്കുമ്പോൾ കുറേ കീമോ ഉണ്ടായിരുന്നു. ആ കീമോ കഴിഞ്ഞിട്ട് എനിക്ക് റേഡിയേഷൻ ഉണ്ടായിരുന്നു, കുറേ റേഡിയേഷൻ ഉണ്ടായിരുന്നു. റേഡിയേഷന് അത്രയും വിഷമതയില്ല, പക്ഷേ എനിക്ക് അറിഞ്ഞില്ല. പിന്നെ എനിക്ക് പതുക്കെ മുടിയൊക്കെ കിളുത്തു. ഇപ്പം മുടിയൊക്കെ എനിക്ക് നന്നായിട്ട് വന്നു. എന്നാലും ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ പഴയതുപോലെ, നമുക്ക് ഈ രോഗം അറിയുന്നതിന് മുമ്പുള്ളതുപോലെ ഒരിക്കലും നമുക്ക് ആകാൻ പറ്റില്ല. എന്നാലും ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു. എൻ്റെ വീട്ടിനകത്തുള്ള പണികളൊക്കെ ഞാൻ ചെയ്യും. എങ്ങും തന്നെയൊന്നും എങ്ങും പോകാനൊന്നും പറ്റില്ല, ഞാൻ പോകാറൊന്നുമില്ല. പിന്നെ രേണുസുധിയെക്കുറിച്ച് എനിക്ക് അവർ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരെ എങ്ങനെയോ ആയിക്കൊള്ളട്ടെ. പക്ഷേ ഈ രോഗം വരുമ്പോൾ ആരും ഒന്നും പറയാതിരിക്കുക, അത്രയേ ഉള്ളൂ. അവർ പറഞ്ഞാലും അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മൾ പറയും, പക്ഷേ അവരത് അറിയുമ്പോൾ അതിനുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പറയാതിരിക്കുക. അവനവൻ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് കിട്ടൂ, അവനവൻ ചെയ്യുന്നത് അവന് കിട്ടട്ടെ, അത്രയേ ഉള്ളൂ പറയാനുള്ളൂ. പിന്നെ നെജില, എപ്പോഴെങ്കിലും ഈ പ്രഗ്നൻസി കാലഘട്ടമാണ്, എപ്പോഴെങ്കിലും ഓർക്കുക, നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു ഓർക്കുക ഒരാളെ. അതപ്പം ഞാനൊരു ഏതവസ്ഥയിൽ കൂടെയാണ് നിങ്ങളെ ഞാൻ കണ്ടിരുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഓർക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണിൽ കണ്ട കാര്യം ഞാൻ പറയും. അങ്ങനെ കുറേ വെറുപ്പുകൾ ഞാൻ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. എന്നെ ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷേ നമ്മുടെ ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല, അത് മനസ്സിലാകും. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വിഷമിക്കുന്ന ഒരാളാണ്. ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുള്ള ഒരാളാണ്. ജീവിതത്തിൻ്റെ ഒരു അരനൂറ്റാണ്ടോളം ആകാൻ പോകുന്നു. അതിൽ കൂടുതലും എനിക്ക് വിഷമങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും എനിക്ക് ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ല. പിന്നെ എനിക്ക് നിങ്ങളിത് കാണുന്ന ആൾക്കാരോട് പറയുന്നത്, നിങ്ങളൊരു കാര്യം, എതിരായിട്ടുള്ളൊരു കാര്യം, സത്യമായിട്ടുള്ളൊരു കാര്യം കാണുവാണെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കണം. തെറ്റാണെന്ന് കാണുമ്പോൾ തെറ്റാണെന്ന് തന്നെ പറയണം, വെച്ച് നീട്ടരുത്. ആ ടൈമിൽ തന്നെ പറയുക. അപ്പോൾ നമ്മളോട് എന്ത് ദേഷ്യം തോന്നിയാലും നമുക്കത് കുഴപ്പമില്ല. ഞാനിപ്പോൾ അങ്ങനെയുള്ളൊരു മൈൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷമങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷേ സൗകര്യത്തിനനുസരിച്ച് സംസാരിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും ഈ യാത്രയിൽ. സ്വന്തം തെറ്റുകൾ മൂടിവെച്ച് നമുക്ക് നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വികാരധീനിയായിപ്പോവും, വികാരഭരിതമായിട്ട് ഞാൻ സംസാരിച്ചു പോകും. അപ്പോൾ ഓക്കെ, രോഗമുള്ളവരെയൊന്നും ആരും ഒന്നും പറയാതിരിക്കുക. അവർ ചികിത്സിച്ച് ഭേദമാകട്ടെ, എല്ലാ രോഗങ്ങൾക്കും വേഗം സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഓക്കേ.